ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 8ാം ക്ലാസ്സിലെ എ ഷിപ്പ്റെക്ക്ഡ് സെയിലർ എന്ന പാഠഭാഗത്തിലെ 1 മുതൽ 4 വരെയുള്ള പാരഗ്രാഫായിരുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ തുടർന്ന് വരുന്ന 5 മുതൽ 10 വരെയുള്ള പാരഗ്രാഫുകളാണ് അതിൻ്റെ ഒരു മലയാള വിശദീകരണത്തോടു കൂടി നൽകണമെന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കുകളും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കും പേനയും നിർബന്ധമായും നിങ്ങളടുത്തുണ്ടായിരിക്കണം. ഞാൻ വായിക്കുന്ന സമയങ്ങളിൽ കൃത്യമായി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയും പ്രധാനപ്പെട്ട വേർഡ് മീനിങ്ങുകൾ നിങ്ങൾ എഴുതി വെക്കുകയും ചെയ്യണമെന്ന് ആദ്യമായിട്ട് നിങ്ങളെല്ലാവരെയും ഉണർത്തുകയാണ്. വി നോ ദാറ്റ് ദ ഷിപ്പ്റെക്ക്ഡ് സെയിലർ written by Gabriel Garcia Marquez, and Velasco is the predominant character in this story, and he and some of his shipmates, and their ship wrecked in the Caribbean Sea, and he is describing in the story A Shipwrecked Sailor what happened just after the shipwreck in the Caribbean Sea, and what were doing his friends after the shipwreck, and he is describing each and every moment on and all the activities done by his friends at that moment. That is the total summary of the story. We know that some characters are there, his shipmates. Who are them? Carabello, Castillo, and Luis Rengifo, that we discussed in the last class. And are Luis Rengifo and Castillo and Carabello, they are trying to come to the life. And our Velasco, now he is in life raft, and he is trying to escape his shipmates. That we discussed in the first to 4th paragraph in the last video. Now all of you look at the next paragraph number 5. ഞാൻ വായിക്കാം, മലയാളത്തിലുള്ള അർത്ഥങ്ങൾ പറയും. വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേട്ടിരിക്കണം. 5th paragraph. I quickly grabbed the oars and tried to get closer to the men. Carabello, with Castillo clinging to his neck, neared the raft. Much further away, looking small and desolate, was the 4th of my mates, Raman Herrera, who was waving at me while he held on to a crate. നമ്മൾ 4ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞത് കാസ്റ്റിലോ അതുപോലെ തന്നെ കാരബെല്ലോൻ്റെ കഴുത്തിൽ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അവസാനം രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുകയാണ്. ആ സമയത്താണ് ലൂയിസ് റെഞ്ചിഫോ ഒരു ശബ്ദം, നമ്മുടെ പ്രധാന കഥാപാത്രമായ വെലസ്കോ, ഈ കഥയുടെ നെറേറ്റർ, ഈ കഥ പറയുന്ന ആൾ ലൂയിസ് റെഞ്ചിഫോയുടെ ശബ്ദം കേൾക്കുകയാണ്. ഉടനെ തിരിച്ചറിഞ്ഞു ഇത് ലൂയിസ് റെഞ്ചിഫോ ആണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇദ്ദേഹം മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇനി അദ്ദേഹം പറയാണ് 5th paragraph. ഐ ക്വിക്ക്ലി ഗ്രാബ്ഡ് ദ ഓർ. ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, എൻ്റെ ഓർ എന്ന് പറഞ്ഞാൽ തുഴ. നമ്മൾ പുഴയിൽ അല്ലെങ്കിൽ കടലിലൊക്കെ തോണിയൊക്കെ തുഴാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തുഴ, ഓർ എന്ന് പറഞ്ഞാൽ. ഞാൻ ഉടനെ തന്നെ അത് പിടിച്ചു. ഐ ക്വിക്ക്ലി ഗ്രാബ് പറഞ്ഞാൽ കടന്നു പിടിക്കുക അല്ലെങ്കിൽ മുറുക്കി പിടിക്കുക എന്നൊക്കെ പറയാം. ആൻഡ് ട്രൈഡ് ടു ഗെറ്റ് ക്ലോസർ ടു ദ മെൻ. എന്നിട്ട് ഞാൻ വേഗം ആ മനുഷ്യൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ക്ലോസർ ടു ദം ഞാൻ ശ്രമിച്ചു, അങ്ങോട്ട് പോകാൻ ട്രൈ ചെയ്തു. വിത്ത് കാസ്റ്റിലോ ക്ലിങ്ങിങ് ടു ഹിസ് നെക്ക് നിയർ ദി റാഫ്റ്റ്. ഇവിടെയാണ് കാസ്റ്റിലോ ആ കാരബെല്ലോൻ്റെ കഴുത്ത് ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക്. വിത്ത് കാസ്റ്റിലോ ക്ലിങ്ങിങ് ടു ഹിസ് നെക്ക്. ക്ലിങ്ങിങ് എന്ന് പറഞ്ഞാലും മുറുകെ പിടിക്കുക, ക്ലിങ്ങിങ് നിയർ ദി റാഫ്റ്റ്. മച്ച് ഫർദർ അവേ, ലുക്കിംഗ് സ്മോൾ ആൻഡ് ഡിസൊലേറ്റ്, വാസ് ദ 4th of my mates. കുറച്ചപ്പുറത്തുണ്ട് ഒരു ചെറുതായിട്ട് കാണുന്ന, ലുക്കിംഗ് സ്മോൾ ആൻഡ് ഡിസൊലേറ്റ്, ഒറ്റപ്പെട്ട 4ാമത്തെ എൻ്റെ മെയ്റ്റ്സ്, 4th of my mates.
ഹു ഈസ് ദ മേറ്റ്? രാമൻ ഹെറേറ. അദ്ദേഹം ആരായിരുന്നു? രാമൻ ഹെറേറ എന്ന പേരുള്ള ഒരു സുഹൃത്ത്. ഹു വാസ് വേവിങ് അറ്റ് മീ? അദ്ദേഹം എന്നിലേക്ക് ഇങ്ങനെ കൈവീശുകയാണ്. വേവ് പറഞ്ഞാൽ കൈവീശുക. വൈൽ ഹി ഹെൽഡ് ഓൺ എ ക്രേറ്റ്. അതേസമയം തന്നെ അദ്ദേഹം ഒരു വലിയ ആ കപ്പൽ തകർച്ചയിൽ നിന്ന് പുറത്തേക്ക് വന്നൊരു വലിയ മരത്തിൻ്റെ ഒരു കഷ്ണത്തിൽ, ഒരു ക്രേറ്റിൽ, മരപ്പെട്ടിയിൽ അദ്ദേഹം പിടിച്ചിരിക്കുന്നുണ്ട്. നെക്സ്റ്റ് 6th paragraph. If I had to decide, I wouldn't have known which of my mates to go after first. But when I saw Herrera, the happy young man from Arjona, who had been with me only a few moments before, I began to paddle furiously. But the life raft was almost 2 meters long. It was very heavy in that lurching sea, and I had to row against the wind. I don't think I managed to advance more than a meter. Desperate, I looked around once more and saw that Herrera had disappeared. Only Ranjifo was swimming confidently towards the raft. I was sure he would make it. I had heard him snoring below my bunk, and I was convinced that his serenity was stronger than the sea. 6th paragraph. If I had to decide, വെലസ്കോ പറയാണ്, if I had to decide, I wouldn't have known which of my mates to go after first. എനിക്കിങ്ങനെ തീരുമാനിക്കേണ്ടതുണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ, എങ്ങനെ, ആരടുത്തേക്കാണ് ഞാൻ ആദ്യം പോകേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ. ബട്ട് വെൻ ഐ സോ ഹെറാറ, പക്ഷെ ഞാൻ ഹെറാറയെ കണ്ടപ്പോൾ, ദ ഹാപ്പി യങ് മാൻ ഫ്രം അർജോനയിൽ നിന്നുള്ള നല്ല സന്തോഷവാനായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. ഹു ഹാഡ് ബീൻ വിത്ത് മീ ഓൺലി എ ഫ്യൂ മൊമെൻറ്റ്സ് ബിഫോർ. കുറഞ്ഞ നിമിഷം മുമ്പ് വരെ അദ്ദേഹം എന്നോട് കൂടെ ആയിരുന്നു. മൊമെൻ്റ്, നിമിഷം. ഹു ഹാഡ് ബീൻ വിത്ത് മീ, എന്നോട് കൂടെ ആയിരുന്നു. ഓൺലി എ ഫ്യൂ മൊമെൻറ്റ്സ് ബിഫോർ. അതുകൊണ്ട് തന്നെ ഐ ബിഗാൻ ടു പാഡിൽ ഫ്യൂരിയസ്ലി. ഞാൻ എന്ത് ചെയ്തു? ബിഗാൻ തുടങ്ങി. ടു പാഡിൽ എന്നാൽ ഇങ്ങനെ തുഴയുക. ഫ്യൂരിയസ്ലി, എങ്ങനെ, ശക്തമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തുഴയാൻ തുടങ്ങി. ബട്ട് ദ ലൈഫ് റാഫ്റ്റ് വാസ് ഓൾമോസ്റ്റ് 2 meters ലോങ്. പക്ഷേ ഈ ലൈഫ് റാഫ്റ്റ്, അതായത് ഈ ജീവൻ രക്ഷാ ചങ്ങാടം, വാസ് ഓൾമോസ്റ്റ് 2 meters ലോങ്, ഏകദേശം 2 മീറ്റർ ദൂരെയായിരുന്നു. ഇറ്റ് വാസ് വെരി ഹെവി ഇൻ ദാറ്റ് ലേർച്ചിങ് സീ. മാത്രമല്ല ആ കടലിൽ, ആ സീയിൽ, ഇറ്റ് വാസ് വെരി ഹെവി ഇൻ ദ ലേർച്ചിങ് സീ. ലേർച്ചിങ് സീ എന്നാൽ ഇളകി മറിയുന്ന, ലേർച്ചിങ്, അതായത് ഇങ്ങനെ ക്ഷോഭിക്കുന്ന ഒരു കടലാണ്, ഇളകി മറിയുന്ന ലേർച്ചിങ് സീ. ആൻഡ് ഐ ഹാഡ് ടു റോ എഗെൻസ്റ്റ് വിൻഡ്. അതുകൊണ്ട് തന്നെ കാറ്റിനെതിരെ എനിക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? തുഴയേണ്ടതുണ്ട്. റോ എന്ന് പറഞ്ഞാലും തുഴയുക എന്നാണ്. റോ, ROW, റോ, തുഴയുക. ഐ ഡോണ്ട് തിങ്ക് ഐ മാനേജ് ടു അഡ്വാൻസ് മോർ ദാൻ എ മീറ്റർ. ഒരു മീറ്റർ അപ്പുറത്തേക്ക് പോലും അഡ്വാൻസ് ചെയ്ത് പോകുന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയണില്ല. ഡെസ്പറേറ്റ് എന്ന നിരാശ, ദുഃഖം, സാഡ്നെസ്. ഡെസ്പറേറ്റ്, ഐ ലുക്ക്ഡ് അറൗണ്ട് വൺസ് മോർ. ഞാൻ ഒരിക്കലൂടെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ നോക്കി. ആൻഡ് സോ ദാറ്റ്, ഞാൻ കണ്ടു, ഹെറാറ ഹാഡ് ഡിസപ്പിയേർഡ്. നമ്മുടെ ഹെറാറ എന്തായിട്ടുണ്ട്? ഡിസപ്പിയേർഡ്, അപ്രത്യക്ഷനായി പോയിട്ടുണ്ട്. ഓൺലി റഞ്ജിഫ വാസ് സ്വിമ്മിങ് കോൺഫിഡൻ്റ്ലി. ഇപ്പോൾ റഞ്ജിഫ മാത്രമാണ് നല്ല കോൺഫിഡൻറ്റോട് കൂടിയിട്ട്, ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് സ്വിമ്മിങ്, നീന്തുന്നത്. ഐ വാസ് ഷുവർ, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ഹീ വുഡ് മേക്ക് ഇറ്റ്, അദ്ദേഹം എടുത്തുനിന്ന്, അദ്ദേഹം ലൈഫ് റാഫ്റ്റിൽ കയറുന്ന എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. ഐ ഹാഡ് ഹേർഡ് ഹിം സ്നോറിങ്. സ്നോറിങ് എന്ന് പറഞ്ഞാൽ കൂർക്കം വലിക്കുക. കൂർക്കം വലിക്കുക, ഉറക്കത്തിലുള്ള. ഐ ഹാഡ് ഹേർഡ് ഹിം സ്നോറിങ് ബിലോ മൈ ബങ്ക്. ബങ്ക് എന്ന് പറഞ്ഞാൽ കപ്പലിലൊക്കെ ഉള്ള, അവർക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടുള്ള സീറ്റ് ഉണ്ടാവുമല്ലോ. അതായത് കപ്പലിൻ്റെ ആ ചുമരിൽ, ഭിത്തിയിൽ, സൈഡിലുള്ള ഓരോ വീതി കുറഞ്ഞ ബെഡുകളുണ്ടാവും. ട്രെയിനിലൊക്കെ നമ്മൾ ബർത്ത് എന്ന് പറയില്ലേ, അതേപോലെ കപ്പൽ ബങ്ക്. അവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂർക്കമ്പലി ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. വെലസ്കോ പറയാണ്, റഞ്ജിഫോയെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. ആൻഡ് ഐ വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഹിസ് സെറനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ ദ സീ. എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, ഐ വാസ് കൺവിൻസ്ഡ്, ബോധ്യപ്പെട്ടു, ദാറ്റ് ഹിസ് സെറനിറ്റി എന്നാൽ ശാന്തത, അദ്ദേഹത്തിൻ്റെ ശാന്തത വാസ് സ്ട്രോങ്ങർ ദാൻ ദ സീ. എന്തായിരുന്നു? ആ
നദിയേക്കാൾ സ്ട്രോങ്ങർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ശാന്തത. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ് ഇതിലൂടെ വെലസ്കോ ഇവിടെ വിശദീകരിക്കുന്നത്. നെക്സ്റ്റ് 7th പാരഗ്രാഫ്. ഇൻ കോൺട്രാസ്റ്റ്, കാരബെല്ലോ വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് കാസ്റ്റിലോ so that Castillo wouldn't let go of his neck. They were less than 3 meters away. I figured that if they got just a little closer, I could hold out an oar for them to grab. But at that moment, a gigantic wave lifted the raft, and from the top of the huge crest, I could see the mast of the small ship heading away from me. When I came down again, Carabello had vanished, with Castillo hanging onto his neck. Alone 2 meters away, Rengifo was still swimming calmly towards the raft. 7th പാരഗ്രാഫിൻ്റെ മലയാള വിശദീകരണമാണ്. ഇൻ കോൺട്രാസ്റ്റ്, കോൺട്രാസ്റ്റ് എന്ന വ്യത്യസ്തമായി, വൈരുദ്ധ്യമായി എന്നൊക്കെ അർത്ഥം. ഇതിനൊക്കെ വ്യത്യസ്തമായി കാരബെല്ലോ വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് കാസ്റ്റിലോ. കാരബെല്ലോ എന്ത് ചെയ്യുന്നു? വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് കാസ്റ്റിലോ സോ ദാറ്റ് കാസ്റ്റിലോ വുഡൻറ്റ് ലെറ്റ് ഗോ ഓഫ് ഹിസ് നെക്ക്. അതായത് കാസ്റ്റിലോ കാരബെല്ലോൻ്റെ കഴുത്തിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യാണ്. സ്ട്രഗിൾ എന്ന സമരം ചെയ്യാന്നൊക്കെ, ഇവിടെ പരിശ്രമം നടത്തുക എന്നർത്ഥം പറയാം. അദ്ദേഹം ഇങ്ങനെ അവിടുന്ന് പിടുത്തം വിടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ വർ ലെസ് ദാൻ 3 meters away. അവർ 3 മീറ്ററിന് താഴെ, അവർ അത്ര ദൂരത്താണ്. ഐ ഫിഗേർഡ് ദാറ്റ്, ഫിഗർ എന്നാൽ ഇവിടെ ചിന്തിച്ചു എന്നുള്ള അർത്ഥമാണ്. ഐ ഫിഗേർഡ് ദാറ്റ് ഇഫ് ദേ ഗോട്ട് ജസ്റ്റ് എ ലിറ്റിൽ ക്ലോസർ, കുറച്ചും കൂടെ അവർ അടുത്തായിരുന്നെങ്കിൽ, ഐ കുഡ് ഹോൾഡ് ഔട്ട് ആൻഡ് ഓർ ഫോർ ദം ടു ഗ്രാബ്, അവർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്, ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യായിരുന്നു? ഈ ഓറ്, ഈ തുഴ അങ്ങോട്ട് കൊടുക്കാമായിരുന്നു. ബട്ട് അത് വെലസ്കോനെ ആലോചിക്കുകയാണ്, കുറച്ചുകൂടി അപ്പുറത്തായിരുന്നെങ്കിൽ. ബട്ട് അറ്റ് ദാറ്റ് മൊമെൻറ്റ്, പക്ഷേ ആ നിമിഷം, എ ജൈജാൻറ്റിക് വേവ് ലിഫ്റ്റഡ് ദ റാഫ്റ്റ്. പെട്ടെന്ന് തന്നെ ഒരു ജൈജാൻറ്റിക് വേവ്, ജൈജാൻറ്റിക് എന്നാൽ വെരി ഹ്യൂജ്, വളരെ വലിയ, വെരി ബിഗ് വേവ്, തിരമാല വന്നിട്ട് വരുന്നത് ചെയ്തു, ലിഫ്റ്റഡ് ദ റാഫ്റ്റ്. ഈ വെലസ്കോ ഇരിക്കുന്ന ആ ലൈഫ് റാഫ്റ്റ് അങ്ങ് പൊക്കി. തിര വരുമ്പോൾ അങ്ങനെ ഉയർന്നു പൊങ്ങുമല്ലോ, നമ്മൾ ചിത്രത്തിൽ കാണുന്നുണ്ട് ഇതിൽ. ആൻഡ് ഫ്രം ദി ടോപ്പ് ഓഫ് ദ ഹ്യൂജ് ക്രസ്റ്റ്, ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ തിരമാല ഉണ്ടാകുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഒരു പതയും നുരയും ഒക്കെ ചേർന്ന ഭാഗം ഉണ്ടാവും, മുകൾ ഭാഗം, അതാണ് ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. അവിടെ ഇരുന്നിട്ട് ടോപ്പ് ഓഫ് ദി ഹ്യൂജ് ക്രസ്റ്റ്, ആ തിരമാലയുടെ മുകളിൻ്റെ ടോപ്പ് നിന്ന് ഐ കുഡ് സി ദ മാസ്റ്റ് ഓഫ് ദ സ്മാൾ ഷിപ്പ്. എനിക്ക് ആ ഷിപ്പിൻ്റെ, ആ ചെറിയ ഷിപ്പിൻ്റെ എന്ത് കാണാൻ കഴിഞ്ഞു? മാസ്റ്റ്. അതായത് മാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കപ്പലിൻ്റെ പായ്മരം, കൊടിമരം എന്നൊക്കെ പറയും, നല്ല ഉയർന്നു നിൽക്കുന്ന ആ ഭാഗം, അതെനിക്ക് കാണാൻ കഴിഞ്ഞു. ആൻഡ് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹ്യൂജ് ക്രസ്റ്റ് ഐ കുഡ് സീ ദ മാസ്റ്റ് ഓഫ് ദ സ്മാൾ ഷിപ്പ് ഹെഡിങ് അവേ ഫ്രം മീ. ഹെഡിങ് അവേ ഫ്രം മീ, എൻ്റെ നേർക്ക് ഇങ്ങനെ വരുന്ന, എൻ്റെ നേർക്ക് ഉയർന്നു നിൽക്കുന്ന. വെൻ ഐ കെയിം ഡൗൺ അഗെയിൻ, ഞാൻ വീണ്ടും ആ തിരമാല താഴേക്ക് വന്നപ്പോൾ, വെൻ ഐ കെയിം ഡൗൺ അഗെയിൻ കാരബെല്ലോ ഹാഡ് വാനിഷ്ഡ്. ഈ സമയത്ത് കാരബെല്ലോനെ നോക്കുമ്പോൾ കാരബെല്ലോ എന്തായിട്ടുണ്ട്? ഹാഡ് വാനിഷ്ഡ്. വാനിഷ്ഡ് എന്നാൽ അപ്രത്യക്ഷമാകാം, വാനിഷ്ഡ്, അപ്രത്യക്ഷമാകാം. വിത്ത് കാസ്റ്റിലോ ഹാങ്, എങ്ങനെ? കാസ്റ്റിലോ ഹാങ്ങിങ് ഓൺ ഹിസ് നെക്ക്, കാസ്റ്റിലോ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് അങ്ങനെ അപ്രത്യക്ഷമായിട്ടുണ്ട്. അലോൺ 2 meters above, 2 മീറ്റർ അപ്പുറത്തുണ്ട്. റെഞ്ചിഫോ തനിച്ച്, അലോൺ തനിച്ച്. റെഞ്ചിഫോ വാസ് സ്റ്റിൽ സ്വിമ്മിങ് കാംലി ടുവേർഡ്സ് ദി റാഫ്റ്റ്. അയാളപ്പോഴുണ്ട് വളരെ ശാന്തനായിട്ട്, സ്വിമ്മിങ് കാംലി ടുവേർഡ്സ് ദി റാഫ്റ്റ്, ഈ ലൈഫ് റാഫ്റ്റിന് നേരെ ഇങ്ങനെ അദ്ദേഹം നീന്തി വരുന്നുണ്ട്. ആര്? ലൂയിസ് റെഞ്ചിഫോ. നെക്സ്റ്റ് 8th പാരഗ്രാഫ്, 8ാമത്തെ പാരഗ്രാഫാണ് വായിക്കുന്നത്, ശ്രദ്ധിക്കുക. ഐ ഡോണ്ട് നോ വൈ ഐ ഡിഡ് ദിസ് അബ്സേർഡ് തിങ്, നോയിങ് ഐ കുഡൻറ്റ് മൂവ് ഫോർവേഡ്. I put the oar in the water as though trying to prevent the raft from moving, trying to anchor it in place. Rengifo, exhausted, paused a moment, then raised his arm as he had when he held his headphone aloft and shouted again, "Fatso, row over here." 8ാമത്തെ പാരഗ്രാഫിൽ റെഞ്ചിഫോ ചെയ്യുന്ന കാര്യങ്ങളാണ്. ലൂയിസ് റെഞ്ചിഫോ അദ്ദേഹം നീന്തി വരികയാണ്, അവരെ കാണുന്ന കാഴ്ചകളാണ് പറയുന്നത്. വെലസ്കോ പറയാണ്, ഐ ഡോണ്ട് നോ വൈ ഐ ഡിഡ് ദിസ് അബ്സേർഡ് തിങ്,
എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ ഈ അബ്സേർഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മണ്ടത്തരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. അബ്സേർഡ് അതായത് യുക്തിയില്ലാത്ത, അബദ്ധമായ എന്നൊക്കെ പറയാം. ഞാൻ എന്തിനാണ് ഈ അബദ്ധമായ പണി ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. നോയിങ് ഐ കുഡിൻറ്റ് മൂവ് ഫോർവേഡ്. നോയിങ് ഐ കുഡിൻറ്റ് മൂവ് ഫോർവേഡ്. എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അറിഞ്ഞിട്ട് ഞാൻ എന്തിനായി പണി ചെയ്തതെന്ന് എനിക്കറിയില്ല. ഐ പുട്ട് ദ ഓർ ഇൻ ദ വാട്ടർ. ഞാൻ എന്ത് ചെയ്ത, തുഴ വെള്ളത്തിലേക്ക് ഇട്ടു. ആസ് ദോ ട്രൈങ് ടു പ്രിവെൻറ്റ് ദ റാഫ്റ്റ് ഫ്രം മൂവിങ്. ഈ റാഫ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്ന തടയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിങ്ങനെ എൻ്റെ തുഴ ഇങ്ങനെ മുന്നോട്ടിട്ടു. ട്രൈങ് ടു ആങ്കർ ഇറ്റ് ഇൻ പ്ലേസ്. ആ സ്ഥലത്ത് തന്നെ, നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അവിടെ ഇങ്ങനെ ആങ്കർ എന്ന നങ്കൂരമിടുക, അവിടെ തന്നെ നിൽക്കുക, മുന്നോട്ട് പോകാതെ. ഇദ്ദേഹം പറയാണ്, അതായത് ഇത് മുന്നോട്ട് പോകൂലായിരുന്നു, എന്നാലും എന്തിനാണ് ഞാൻ എൻ്റെ ഈ തുഴ ഇങ്ങനെ താഴോട്ടിട്ടാണ്ട് ഞാനവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയതെന്നൊന്നും എനിക്കറിയില്ല. റഞ്ചിഫോ, ഇതേ സമയം റഞ്ചിഫോ എക്സൗസ്റ്റഡ് എന്നാൽ വെരി ടയേർഡ്, വളരെ ക്ഷീണിതനായി, വെരി ടയേർഡ്. അദ്ദേഹം പോസ്ഡ് എ മൊമെൻറ്റ്, ഒരു നിമിഷം അവിടെ നിൽക്കുക, പോസ് ചെയ്യാണ്, നീന്തി വരികയാണ് പെട്ടെന്ന്. ദെൻ റേസ്ഡ് ഹിസ് ആം, പിന്നെ കൈ ഇങ്ങനെ ഉയർത്തി. ആസ് ഹി ഹാഡ് വെൻ ഹി ഹെൽഡ് ഹിസ് ഹെഡ്ഫോൺ അലോഫ്. നേരത്തെ ഇങ്ങനെ ഹെഡ്ഫോൺ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് അങ്ങനെ അദ്ദേഹം കൈ ഇങ്ങനെ ഉയർത്തി. ആൻഡ് ഷൗട്ടഡ് അഗെയിൻ, വീണ്ടും ഷൗട്ട് ചെയ്യാണ്. ആ ഹെഡ്ഫോൺ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ശരിക്കും അദ്ദേഹം ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്, കോൺഫിഡൻസ് ആണ് അവിടെ കാണിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെ ഉച്ചത്തിൽ ആൻഡ് ഷൗട്ടഡ് അഗെയിൻ, ഫാറ്റ്സോ റോ ഓവർ ഹിയർ. വെലസ്കോനോട് പറയാം, ഫാറ്റ്സോ റോ ഓവർ ഹിയർ, ഇങ്ങോട്ട് വാ ഫാറ്റ്സോ. ഫാറ്റ്സോ എന്ന് അദ്ദേഹത്തെ, ഫാറ്റ് എന്ന തടി ഉള്ള ആൾ, അപ്പോൾ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാൻ. ഫാറ്റ്സോ റോ ഓവർ ഹിയർ. റോ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു തുഴയൂ, ഇങ്ങോട്ട് തുഴഞ്ഞു വാ എന്ന് പറയാണ്. നെക്സ്റ്റ് 9th പാരഗ്രാഫ്. The wind was blowing from his direction. I yelled that I couldn't row against the wind, that he should make another try. But I felt he hadn't heard me. The crates of cargo had disappeared, and the life raft danced from side to side, battered by the waves. In an instant, I was 5 meters away from Rangifo and had lost sight of him. But he appeared in another spot, still not panicking, ducking underwater to prevent the waves from sweeping him away. I stood up, holding out the oar, hoping Rangifo could get close enough to reach it. But then I could see he was tiring, losing heart. He called to me again, singing, "Fatso, Fatso." 9th പാരഗ്രാഫാണ്. അങ്ങനെ റഞ്ചിഫോം കൊണ്ട് നീന്തി വരികയാണ്, ഹെഡ്ഫോൺ ഉയർത്തി പിടിക്കുന്നുണ്ട്. അതേസമയം വെലസ്കോ പറയാണ്, ദ വിൻഡ് വാസ് ബ്ലോയിങ് ഫ്രം ഹിസ് ഡിറക്ഷൻ. വിൻഡ് എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ദിശയിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കാറ്റ് വരുന്നതാണ്. ഐ എൽഡ് ദാറ്റ്, ഞാൻ ഉച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു. എൽ എന്നാൽ നിലവിളിക്കുക, ഉച്ചത്തിൽ പറയുക. ഐ കുഡിൻറ്റ് റോ അഗെയിൻസ്റ്റ് ദ വിൻഡ്, കാറ്റിനെതിരെ എനിക്ക് തുഴഞ്ഞു വരാൻ കഴിയില്ല എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ദാറ്റ് ഹി ഷുഡ് മേക്ക് അനദർ ട്രൈ. അത് അദ്ദേഹം ഒന്നും കൂടി ഇങ്ങോട്ട് ശ്രമിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ദാറ്റ് ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ അദ്ദേഹം ഒന്നുകൂടി കുറച്ചും കൂടെ അങ്ങോട്ട് നീന്തി വരും എന്ന് വിചാരിച്ചു. ബട്ട് ഐ ഫെൽറ്റ് ഹി ഹാഡിൻറ്റ് ഹിയർഡ് മീ. പക്ഷേ എനിക്ക് തോന്നി, ഐ ഫെൽറ്റ് ഹി ഹാഡിൻറ്റ് ഹിയർഡ്, ഞാൻ പറയുന്നത് അദ്ദേഹം കേൾക്കുന്നില്ല എന്നെനിക്ക് തോന്നി. ദ ക്രേറ്റ്സ് ഓഫ് കാർഗോ, അതേ സമയം തന്നെ ഈ കാർഗോൻ്റെ അവിടെ ഈ നദിയിൽ ഇങ്ങനെ ആ ഓഷ്യനിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ക്രേറ്റ്സ്, ആ മരത്തിൻ്റെ കഷ്ണങ്ങൾ, പെട്ടികളൊക്കെ എന്ത് ചെയ്ത്, ഹാഡ് ഡിസപ്പിയർഡ്, അതൊക്കെ അവിടെ നിന്ന് ഡിസപ്പിയർഡായി. ആൻഡ് ദ ലൈഫ് റാഫ്റ്റ് ഡാൻസ്ഡ് ഫ്രം സൈഡ് ടു സൈഡ്. അതുപോലെ തന്നെ ഈ ലൈഫ് റാഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുന്നുണ്ട്. ആൻഡ് ഡാൻസ്ഡ് ഫ്രം സൈഡ് ടു സൈഡ്, ഓരോ ഭാഗത്തേക്ക് എങ്ങനെ ബാറ്റേഡ് ബൈ ദി വേവ്, ഈ തിരമാലകൾ ഇങ്ങനെ തകർത്തുകൊണ്ട്, ബാറ്റേഡ് എന്ന ഡാമേജ്ഡ്, തകർക്കുക, അതായത് ശക്തമായ തിരമാലയാണ്, നല്ല കാറ്റടിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻ ആൻ ഇൻസ്റ്റൻറ്റ്, ഒറ്റ നിമിഷം, ഐ വാസ് 5 meters away ഫ്രം റഞ്ചിഫോ. ഞാൻ റഞ്ചിഫോൻ്റെ അടുത്തപ്പോൾ 5 meter ദൂരെയായി. ആൻഡ് ഹാഡ് ലോസ്റ്റ് സൈറ്റ് ഓഫ് ഹിം, ഇപ്പോൾ അയാളെ കാണുന്നില്ല. ലോസ്റ്റ് സൈറ്റ്, കാഴ്ച തന്നെ നഷ്ടപ്പെട്ടു പോയി. ബട്ട് ഹി അപ്പിയർഡ് ഇൻ അനദർ സ്പോട്ട്, പക്ഷെ പെട്ടെന്ന് നോക്കുമ്പോൾ അദ്ദേഹം വേറെ സ്ഥലത്ത് അദ്ദേഹം ചെയ്തിട്ട് അപ്പിയർഡ്, പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരു സ്പോട്ടിൽ, അനദർ സ്പോട്ട്. സ്റ്റിൽ നോട്ട് പാനിക്കിങ്, ഇപ്പോൾ അയാൾ ഭയമൊന്നുമില്ല. ഡക്കിങ് അണ്ടർ വാട്ടർ, പാനിക് എന്നാൽ ഭയം, പേടി.
ഡക്കിങ് അണ്ടർ വാട്ടർ, അത് വെള്ളത്തിനടി ഇങ്ങനെ താഴുക, വീണ്ടും പൊങ്ങുക, വീണ്ടും താഴുക, പൊങ്ങുക, അതാണ് ഡക്കിങ് അണ്ടർ വാട്ടർ. എന്തിനു പറയുക? ടു പ്രിവെൻറ്റ് ദ വേവ്സ് ഫ്രം സ്വീപ്പിംഗ് ഹിം അവേ. ശക്തമായ തിരമാല വരുമ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തിരമാല അടുത്തെത്തുമ്പോൾ അദ്ദേഹം താന്നു പോകും, തിരമാല പോയിട്ട് വീണ്ടും പൊങ്ങും, വീണ്ടും തിരമാല വരുന്ന സമയത്ത് അദ്ദേഹം താവും. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി. ഐ സ്റ്റുഡ് അപ്പ്, ഞാനവിടെ ഇങ്ങനെ എണീറ്റുന്നു. ഹോൾഡിങ് ഔട്ട് ദി ഓർ, എന്തെങ്ങനെ ഞാനങ്ങനെ എൻ്റെ ആ തുഴങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട്. ഹോപ്പിംഗ്, ഇത് പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രതീക്ഷിക്കുക, ഹോപ്പ്. റഞ്ജിഫോ കുഡ് ഗെറ്റ് ക്ലോസ് ഇനഫ് ടു റീച്ച് ഇറ്റ്. റഞ്ജിഫോ ഇങ്ങോട്ട് എത്തും, ഇങ്ങോട്ട് റീച്ച് ചെയ്യും, ഇവിടെ വരും, അതിന് എത്താൻ സാധിക്കും എന്ന് വിചാരിച്ച് ഞാനവിടെ ഇങ്ങനെ നിന്നു. ബട്ട് ദെൻ ഐ കുഡ് സീ ഹി വാസ് ടയറിങ്. പിന്നെ നോക്കുമ്പോൾ ഞാൻ കണ്ടു, എനിക്കങ്ങനെ കാണാൻ കഴിഞ്ഞത്, ഐ കുഡ് സീ ഹി വാസ് ടയറിങ്, ക്ഷീണിച്ചിട്ടുണ്ട്. ലോസിങ് ഹാർട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഹൃദയം തകരുക എന്നൊക്കെ പറയില്ലേ, ലോസിങ് ഹാർട്ട്, രക്ഷപ്പെടുന്നുള്ള അദ്ദേഹം മനസ്സൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. ഹി കോൾഡ് ഔട്ട് ടു മീ അഗെയിൻ, അദ്ദേഹം വീണ്ടും എന്നെ അങ്ങനെ വിളിക്കുകയാണ്. വെലസ്കോ പറയാം, ഹി കോൾഡ് ഔട്ട് ടു മീ അഗെയിൻ, എന്നെ അദ്ദേഹം വീണ്ടും വിളിക്കുകയാണ്. സിംഗിങ്, എങ്ങനെ വിളിക്കണത്? മുങ്ങിക്കൊണ്ട്, അദ്ദേഹം ഇങ്ങനെ താന്നു പോവുകയാണ്, അദ്ദേഹം വിളിക്കും, ഫാറ്റ്സോ ഫാറ്റ്സോ. നെക്സ്റ്റ് പാരഗ്രാഫ് നമ്പർ 10. I tried to row, but it was as hopeless as the first time. I made a last try so that Rangifo could reach the oar, but the raised hand, which a few minutes earlier had been trying to keep the headphones from sinking, sank forever, less than 2 meters from the oar. ഇന്ന് നമ്മൾ ലാസ്റ്റത്തെ പാരഗ്രാഫിലാണ്. ഐ ട്രൈ ടു റോ, ഇത് കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് തുഴയാൻ വേണ്ടി ശ്രമിച്ചു. ഇറ്റ് വാസ് ആസ് ഹോപ്പ്ലെസ് ആസ് ദ ഫസ്റ്റ് ടൈം. ആദ്യത്തെ പോലെ തന്നെ ഇപ്പോഴും പ്രതീക്ഷ ഇല്ലാത്തതായിരുന്നു, ഹോപ്പ്ലെസ് ആയിരുന്നു, പ്രതീക്ഷ ഇല്ലാത്ത. ഐ മേഡ് എ ലാസ്റ്റ് ട്രൈ, ഞാൻ അവസാന ശ്രമം നടത്തി. സോ ദാറ്റ് റഞ്ജിഫോ കുഡ് റീച്ച് ദ ഓർ, അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, റഞ്ജിഫോക്ക് ഈ ഓറിൻ്റെ അടുത്തേക്ക് എത്താമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവസാന ശ്രമം. ബട്ട് ദ റേസ്ഡ് ഹാൻഡ്, പക്ഷേ ഉയർത്തിയ കൈകൾ, വിച്ച് എ ഫ്യൂ മിനിറ്റ്സ് ഏർലിയർ, കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ ഉയർത്തിയിരുന്ന കൈകൾ, ഹാഡ് ബീൻ ട്രൈയിങ് ടു കീപ് ദ ഹെഡ്ഫോൺസ് ഫ്രം ദ സിങ്കിങ്. എന്തിനായിരുന്നു കൈ ഉയർത്തിയിരുന്നത്? ട്രൈയിങ് ടു കീപ് ദ ഹെഡ്ഫോൺ ഫ്രം സിങ്കിങ്. ഈ മുങ്ങുന്ന സമയത്ത് ഈ ഹെഡ്ഫോൺ താന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് ഉയർത്തിയിരുന്ന ആ കൈകൾ എന്ത് ചെയ്തു? സാങ്ക് ഫോർ അവർ. സിങ്ക് മുങ്ങുക, സാങ്ക് മുങ്ങി, ഫോർ അവർ എന്നേക്കുമായി മുങ്ങി. ലെസ് ദാൻ 2 meters ഫ്രം ദി ഓർ, എൻ്റെ ഈ ഓറിൻ്റെ അടുത്ത് നിന്ന് 2 മീറ്റർ അപ്പുറത്ത് റഞ്ജിഫോ എന്നേക്കുമായി അദ്ദേഹത്തിൻ്റെ കൈകൾ താഴ്ന്നുപോയി. പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് ചെറിയ നിമിഷ നേരം അവിടെ സംഭവിച്ച സംഭവങ്ങളെ വെലസ്കോ അദ്ദേഹത്തിൻ്റെ വളരെ വിശാലമായ ഒരർത്ഥത്തിൽ ഇവിടെ വിശദീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഗബ്രിയേൽ ഗാർസിയ മാർക്കിസിൻ്റെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ചെറിയ ആ കപ്പൽ തകർന്ന് ഒരു മിനിറ്റ്, 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഉള്ളിലുണ്ടാകുന്ന സംഭവങ്ങളാണ് അദ്ദേഹം ഇങ്ങനെ ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസറുകളൊന്ന് വേഗത്തിലൊന്ന് മീനിങ്ങുകൾ പറയാം. വളരെ സിമ്പിളാണ്. നിങ്ങൾ ആ ഉത്തരങ്ങൾ കണ്ടെത്തി നോട്ട്ബുക്കിലേക്ക് എല്ലാവരും എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു ദി നറേറ്റർ? നറേറ്റർക്ക് എന്താണ് സംഭവിച്ചത്? ആരാ നറേറ്റർ? വെലസ്കോ, ലൂയിസ് അലഹാൻഡ്രോ വെലസ്കോ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ്. അദ്ദേഹമാണ് നറേറ്റർ. എന്താണ് ഇവിടെ അദ്ദേഹത്തിന് സംഭവിച്ചത്? നമുക്കെല്ലാവർക്കും അറിയാം, ഹിസ് ഷിപ്പ് വാസ് റെക്കഡ് ഇൻ കരീബിയൻ സീ എന്നുള്ള ആൻസർ നിങ്ങൾ കണ്ടെത്തി എഴുതണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് അപ്പിയർഡ് റീ അഷ്വറിങ് ടു ദി നറേറ്റർ? എന്താണ് ഈ നറേറ്റർക്ക് ഒരു റീ അഷ്വറിങ് ആയിട്ട് മനസ്സിലൊരു ഉറപ്പ് തോന്നിയത് എന്താണ്? ഇതിന് നേരെ മുകളിൽ ഈ ക്വസ്റ്റ്യൻ്റെ മുകളിൽ കാണുന്ന പാരഗ്രാഫ്, ഇറ്റ് വാസ് റീ അഷ്വറിങ് ടു നോ ദാറ്റ് ഓൾ അറൗണ്ട് മീ, അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരൊക്കെ ഇതേ അവസ്ഥയിലാണെന്ന് അദ്ദേഹത്തിന് തോന്നുമ്പോഴാണ് അദ്ദേഹത്തിന് റീ അഷ്വർ ആയത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഐ മെയ്ഡ് ഇറ്റ് ഓൺ ദി തേർഡ് ട്രൈ. ഞാൻ മൂന്നാമത്തെ ശ്രമം നടത്തി. വാട്ട് ഡിഡ് ദ നെറേറ്റർ ഡു ഓൺ ദ തേർഡ് ട്രൈ? മൂന്നാമത്തെ ആ ട്രൈയിൽ എന്താണ് നെറേറ്റർ ചെയ്തത്? നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 4, ദെൻ ഐ സോ 3 ഓഫ് മൈ മെയ്റ്റ്സ് നിയർ ദ റാഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ 3 മെയ്റ്റ്സിനെ ഞാൻ അവിടെ കണ്ടു, ആ റാഫ്റ്റിൻ്റെ അടുത്ത് കണ്ടു. ഹൂ ആർ ദ 3 ഷിപ്പ് മെയ്റ്റ്സ് വെലസ്കോ കണ്ട 3 ഷിപ്പ് മെയ്റ്റ്സുകൾ ആരെല്ലാമായിരുന്നു? ക്വസ്റ്റ്യൻ നമ്പർ 5, കുഡ് വെലസ്കോ സേവ് രാമൻ ഹരാര? വൈ? വെലസ്കോ രാമൻ ഹരാരയെ സംരക്ഷിച്ചോ? വൈ? എന്തുകൊണ്ട്? നമുക്കറിയാവുന്ന ആൻസറാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് വേർ ഇഡാഡോ എലസ് കാസ്റ്റിലോ ആൻഡ് ജൂലിയോ അമഡോർ കാരബല്ലോ ഡൂയിങ്? വാട്ട് വേർ ഇജാറോ കാസ്റ്റിലോ ആൻഡ് ജൂലിയോ അമഡോർ കാരബല്ലോ ഡൂയിങ്?
ഈ കാസ്റ്റിലോയും കാരബെല്ലോയും അവർ ഫുൾ നെയിമാണ് ആ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. കാസ്റ്റിലോയും കാരബെല്ലോയും എന്തായിരുന്നു ചെയ്തിരുന്നത്? നമ്മൾ പല പ്രാവശ്യം അത് ഡിസ്കസ് ചെയ്തതാണ്. 7ാമത്തെ 7th ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് മാൻ വാസ് ലൂയിസ് റഞ്ചിഫോ? ലൂയിസ് റഞ്ചിഫോയെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. ഏത് ഇനത്തിൽപ്പെട്ട ആളായിരുന്നു ലൂയിസ് റഞ്ചിഫോ? നമുക്ക് അറിയാം, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് വിലയിരുത്തി പറയാൻ പറ്റും ഏത് ഇനത്തിൽപ്പെട്ട ആളായിരുന്നു ലൂയിസ് റഞ്ചിഫോ. നേരത്തെ ഞാൻ പറഞ്ഞു, നല്ല ആത്മവിശ്വാസമുള്ള ആളാണ് അദ്ദേഹം. ഇങ്ങനെ ഹെഡ്ഫോണൊക്കെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ രൂപങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഏത് ഇനത്തിൽപ്പെട്ട ആളായിരുന്നു എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗങ്ങൾ എടുത്തിട്ട് 2 സെൻറ്റൻസിൽ നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. 8ാമത്തത്, വാട്ട് ഹാപ്പൻ ടു കാരബെല്ലോ ആൻഡ് കാസ്റ്റിലോ? കാരബെല്ലോക്കും കാസ്റ്റിലോക്കും പിന്നെ എന്താണ് സംഭവിച്ചത്? ലാസ്റ്റ് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ, കാരബെല്ലോയും കാസ്റ്റിലോ എന്ത് സംഭവിച്ചു? 9th ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ അബ്സേർഡ് തിങ് ഡൺ ബൈ ദി നെറേറ്റർ? വെലസ്കോ നെറേറ്റർ പറയുന്നുണ്ട്, ഇതെൻ്റെ ഒരു മണ്ടത്തരായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. വാട്ട് വാസ് ദ അബ്സേർഡ് തിങ്? എന്തായിരുന്നു ആ മണ്ടത്തരം നിറഞ്ഞ കാര്യം? എന്തായിരുന്നു? അല്ലെങ്കിൽ ആ യുക്തിയില്ലാത്ത ഞാൻ ചെയ്ത പ്രവർത്തനം എന്തായിരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10, ഹൗ ഡിഡ് ആമഡോർ ആൻഡ് കാസ്റ്റിലോ വാനിഷ്? എങ്ങനെയാണ് ആമഡോർ ആൻഡ് കാസ്റ്റിലോ, ഹെറ നേരത്തെ പറഞ്ഞല്ലോ, അവരെങ്ങനെയാണ് വാനിഷ്, അപ്രത്യക്ഷമായത് അവരെങ്ങനെയാണ് എന്നുള്ളതാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണ്. നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട മീനിങ്ങുകൾ നിങ്ങളുടെ നോട്ട്സിൽ നിങ്ങൾ എഴുതി വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ഒരു സമ്മറി, ഇതുവരെ പറഞ്ഞ ഭാഗത്തിൻ്റെ ഒരു സമ്മറി നിങ്ങളെല്ലാവരും എഴുതി വെക്കണം എന്നുകൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് എൻ്റെ ക്ലാസ്, നിങ്ങൾ ആദ്യത്തെ ക്ലാസ് ശരിക്കും കേട്ടിട്ടുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ താഴെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഒന്നുകൂടെ സെൻഡ് ചെയ്യും. കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് കാണണം. എന്നിട്ട് നിങ്ങളിതിൻ്റെ പാഠഭാഗം സ്വയം എഴുതാൻ സന്നദ്ധരാവണം. ഇതിൻ്റെ സമ്മറി നിങ്ങൾക്ക് കിട്ടിയ കഥ ഉപയോഗപ്പെടുത്തി സ്റ്റോറി വെച്ചിട്ട് നമ്മുടെ പ്രധാനപ്പെട്ട വേർഡ് മീനിങ്സിലൊക്കെ നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമ്മളൊരു സമ്മറി കൂടെ ഈ കൂട്ടത്തിൽ എഴുതണമെന്ന് നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്നുകൂടെ അറിയിച്ച് എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ഓക്കെ, താങ്ക് യു.